ഹായ് എവറി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ടുഡേ ഈസ് അവർ സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ക്രോഷ്യേറ്റിങ്ങിൻ്റെ സിംഗിൾ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് നോക്കി പ്രാക്ടീസ് ചെയ്താൽ മതിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും അതായത് എൻ്റെ ഒപ്പം പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തുടങ്ങാം. നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച്, ഇന്നലത്തെ വീഡിയോ നോക്കിയിട്ട് ചെയിൻ സ്റ്റിച്ച് പഠിക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഈ ഒരു ഇത് ഇങ്ങനെയൊരു നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിൻ്റെ ഹൈറ്റാണ് സിംഗിൾ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സിംഗിൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നീഡിൽ നമ്മുടെ ലാസ്റ്റത്തെ ആ സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിൻ്റെ തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ പാടില്ല. ഇത് അടുത്ത സ്റ്റിച്ച് വിട്ടതിന് ശേഷം സെക്കൻഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പഴയ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പാരലായിട്ട് വെക്കുക. അതിൻ്റെ മേലേക്ക് കൂടെ കൊണ്ടുവരിക, തോട്ടി പോലെ എടുക്കുക, ഇങ്ങനെ രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇറക്കുക. കണ്ടോ? അപ്പം നമുക്ക് ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പം അടുത്തതിന് അങ്ങനെയല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തു. ആദ്യം ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞ് സിംഗിൾ സ്റ്റിച്ച് തുടങ്ങുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. സോ ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ സ്റ്റിച്ച് കുറച്ചും കൂടി വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കി ഇത് വെച്ചിരിക്കുന്നത്. സോ അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ ഈ വർക്കിംഗ് ആണാണിത്, ഇതിൻ്റെ ഇവിടെ കോർക്കേണ്ട ആവശ്യമില്ല. ഈ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഇവിടെ വന്നിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ വർക്കിംഗ് ആണ് ഈ നീഡിലിൻ്റെ ഹെഡിൽ കോർത്ത് ഇങ്ങനെ എടുത്ത് മതിയാവും. അപ്പോൾ ഇതുപോലെ വരും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. സോ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നമ്മളുടെ നീഡിൽ അടിയിൽ കൂടെ കൊണ്ടുവന്ന് മേലിൽ കൂടെ ഇറക്കി അതിൽ കോർത്ത് വർക്കിംഗ് യാൺ കോർത്ത് ഇതുപോലെ ഈ രണ്ട് സ്റ്റിച്ചിലും കൂടി ഇറക്കണം. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഇതെന്ന് പറയുന്നത്. കേട്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. കുറച്ച് നൂല് വേണം. ഓക്കെ, അപ്പോൾ നോക്കി അടുത്ത സ്റ്റിച്ചിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ എടുത്തുകൊണ്ട് രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ എടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഇതുണ്ടോ? അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. മേൽ ഭാഗം നോക്കുമ്പോൾ നമുക്കറിയാം ഒരു വി ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വി ഷേപ്പ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വി ഷേപ്പിലാണ് ഈ സ്റ്റിച്ച് ഇരിക്കുന്നത്. അടുത്ത സ്റ്റിച്ചിൽ ഇങ്ങനെ ഇറക്കുക, ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഈ രണ്ട് സ്റ്റിച്ചും കൂടി ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നമ്മൾ കയറ്റി ഇങ്ങനെ ഇറക്കുക. കുറച്ച് ടൈറ്റായി. സോ ഇങ്ങനെയാണ് അടുത്ത സ്റ്റിച്ച്. ഈ സ്റ്റിച്ചിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, വർക്കിംഗ് യാണിൽ കൂടി കോർത്ത് ഇങ്ങനെ രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി വേണം ഇങ്ങനെ എടുക്കാൻ. അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, വർക്കിംഗ് യാണിൽ കോർത്ത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ രണ്ട് ഇൻസേർട്ട് ചെയ്ത് ഇത് കഴിയുമ്പോൾ നമ്മുടെ നീഡിലയിൽ രണ്ട് സെപ്പറേറ്റ് സ്റ്റിച്ച് ഇതുപോലെ കാണും. കണ്ടോ, രണ്ടെണ്ണം ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിൽ കൂടി എടുത്ത് ഇങ്ങനെ ഇറക്കുന്നതാണ് സിംഗിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ എടുക്കുക. രണ്ട് ഇത് വന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച്
ഇതുപോലെ ഇറക്കുക. അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഇത് രണ്ടതുണ്ട്, ഇവിടെ ഇച്ചിരി ടൈറ്റായി അതല്ല. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഇറക്കും. പിന്നെ ഇത് ഇതുപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ 2 സ്റ്റിച്ച് നമുക്കിങ്ങനെ കാണും. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറക്കുക. ഇങ്ങനെ ഈ സ്റ്റിച്ചിൽ ഇറക്കുക, ഇതെടുക്കുക. നമുക്കിതുപോലെ 2 സ്റ്റിച്ചിൽ കൂടി ഇങ്ങനെ ഇറക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ്, ഇതിവിടെ ഈ ലാസ്റ്റ് ഇച്ചിരി ലൂസായിപ്പോയി കേട്ടോ. ഇതാണ് നമ്മളുടെ സിംഗിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഇച്ചിരി ലൂസായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും ഇത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും യാണ് ഇത് ചെയ്യുമ്പോൾ നല്ല കുറച്ചും കൂടി ടൈറ്റാക്കി വെക്കണം. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നം വരും. അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടി ടൈറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇവിടെ നോക്കുമ്പം വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ചസ് കാണാൻ പറ്റും. വി ഷേപ്പ് ഈ കളറായതുകൊണ്ട് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. വി ഷേപ്പിൽ കാണാൻ വെക്കും. അപ്പം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റിച്ച് പറയാം. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.